ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലായിരിക്കും. ഇന്നൊരു അറബിക് ഷവർമയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വ്ളോഗ് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഷവർമേൻ്റെ റെസിപ്പി തന്നെ കുറച്ചധികം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി മാത്രം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു റിക്വസ്റ്റും കൂടിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണേ, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷവർമ റാപ്പ് ചെയ്യാനുള്ള ബട്ടർ പേപ്പറാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ബട്ടർ പേപ്പർ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷവർമയ്ക്ക് വേണ്ടി ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് റെഡിയാക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ എടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഒന്നിച്ചുണ്ടാക്കി ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് തന്നെ. അപ്പോൾ ഇതിവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 4 വലിയ ഉരുളക്കിഴങ്ങാണ്. അത് നമുക്ക് നന്നായി തോലെല്ലാം കളഞ്ഞ് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നല്ലോണം നേരിയതാക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സൈസിൽ തന്നെ നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു കുഴിയുള്ള ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നല്ല മുങ്ങി നിൽക്കാൻ പാകത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഈ പാത്രം ഒന്ന് അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം 1 മണിക്കൂർ വേണം ഇങ്ങനെ വെക്കാൻ. ഇനി ഷവർമയ്ക്ക് മസ്റ്റായിട്ട് വേണ്ട ഖുബൂസാണ്. അപ്പോൾ ഖുബൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഏകദേശം ഒരു 2 കപ്പ് മൈദ ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട, അതും കൂടി ഉടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി കുഴച്ച് സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഇതാ സാധാരണ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ കുഴക്കുന്നത്. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഖുബൂസാണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഖുബൂസ്. 1 റിയാൽ കൊടുത്താൽ തന്നെ നമുക്ക് 10 കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ നമുക്ക് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊട്ടറ്റോയിലെ വെള്ളമെല്ലാം നന്നായി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് വെള്ളം ഊറ്റിയെടുത്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് ഉണക്കിയെടുക്കണം. അത് ഞാനിവിടെ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഒപ്പിയെടുത്ത് ഇതിലെ വെള്ളമെല്ലാം കളയണം. അപ്പോൾ ടിഷ്യൂ ഇല്ലെങ്കിൽ നമുക്ക് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നന്നായി വെള്ളം വലിച്ചെടുക്കുന്ന തുണിയിൽ ഒന്ന് ഉണക്കിയെടുക്കുക ഇത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഒരു ഹാഫ് വേവ് ആകുമ്പോഴേക്കും ഇത് കോരിയെടുക്കണം. ഒരു ചെറിയൊരു മഞ്ഞ കളർ വരും. അപ്പോൾ അപ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായി തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാ ഫ്രഞ്ച് ഫ്രൈസും ഇങ്ങനെ ഹാഫ് വേവ് ആകുമ്പോൾ ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൽ എണ്ണയിലൊന്ന് ഒപ്പിയെടുക്കുക. കുറച്ച് നേരം അങ്ങനെ വെച്ച് അതിൽ ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടി ഫ്രൈ ചെയ്യാനുണ്ട് നമുക്കിത്. കാരണം ഹാഫ് വേവിലായിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടി ആക്കിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. നമുക്ക് എപ്പോഴാണോ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചെടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഷവർമക്ക് വേണ്ട ചിക്കൻ ഫില്ലിങ്ങാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇവിടെ ഇത് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഞാൻ അപ്പോൾ ഒന്ന് സ്ലൈസായി കട്ട് ചെയ്യാം. അപ്പോൾ ചിക്കൻ പീസ് കട്ട് ചെയ്യേണ്ടത് കുറച്ച് നീളത്തിലാണ്. അപ്പോൾ നല്ല കട്ടിയില്ലാത്ത രീതിയിൽ കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഫുള്ളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇനി ഇതൊരു വലിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ അതൊന്ന് നന്നായി ചതച്ചെടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ
പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയത് ഷവർമ സ്പൈസസ് ആണ്. അപ്പോൾ ഇതന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു അറബിക് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കബ്സ പൗഡർ ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ മന്തീൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് മതി. ഒരു 1/4 ടീസ്പൂണാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാനിവിടെ വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. വൈകുന്നേരം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ എത്ര വെക്കുന്നോ അത്രയും കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് അവസാനമായിട്ടൊരു അരമുറി നാരങ്ങേൻ്റെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി എല്ലാ ഭാഗത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ചിക്കൻ ഫില്ലിങ് തന്നെയാണിത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഷവർമൻ്റെ അകത്തുണ്ടാകുന്ന അതേ ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ പീസസിന് ഉണ്ടാവൽ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഈ ഷവർമക്ക് വേണ്ടത് മയണൈസാണ്. അപ്പോൾ മയണൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ 2 മുട്ട ഉടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 മുട്ട വെച്ചിട്ട് ഞാനിവിടെ മയണൈസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, കാരണം വെളുത്തുള്ളീൻ്റെ ഒരു സ്മെല്ല് ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണിത്. അറബിക്ക് ഷവർമക്കൊക്കെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം ഏകദേശം 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഗ്രാജുവലി കട്ടിയായി വരുന്നത് കാണാം. അപ്പോൾ നന്നായി കട്ടിയായാൽ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ മയണൈസ് നല്ല സിമ്പിളായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പൊങ്ങാൻ വെച്ച കുബൂസെല്ലാം ഇതാ, കുബൂസിൻ്റെ മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് നമ്മൾ ചപ്പാത്തി ചൂടുന്നില്ല അതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. പൊടിയിട്ടിട്ട് നന്നായി ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റാണ് മാവ് ഇതിൻ്റെ. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിൽ ഇട്ടെടുക്കാം. നമുക്ക് ഫ്രൈ പാനിൽ തന്നെ ഇത് ചുട്ടെടുക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് ബബിൾ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ അതിലും കൂടി ബബിൾ വരുമ്പം ഒന്ന് പിന്നെയും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 12 കുബൂസാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ. അപ്പോൾ ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കും. അതിനുവേണ്ടി ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ട് വേണം ഇതിലേക്ക് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ, ക്രിസ്പി ആയിട്ടില്ലേ. അപ്പോൾ ഇതാ ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം കോരിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ ഷവർമ റാപ്പ് ചെയ്യൽ. അപ്പോൾ ഇതാ കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നേർങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് തക്കാളി സ്ലൈസ് ആക്കിയിട്ട് സുർക്കയിലിട്ട് വെച്ചതാണ്. സുർക്കയും 1 നുള്ളി ഉപ്പ് ഇട്ട് വെച്ചത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടില്ല ചിക്കൻ ഫ്രൈ, പിന്നെ മയണൈസും കൂടിയുണ്ട്. ഇനി നമുക്ക് റാപ്പ് ചെയ്യാം. ആദ്യം മയണൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ നിരത്തി കൊടുക്കുക നീളത്തിൽ, പിന്നെ ക്യാബേജ്. അപ്പോൾ ക്യാബേജിന് പകരം ലെറ്റ്യൂസ് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ക്യാബേജാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ. പിന്നെ ഇതാ തക്കാളി ചേർത്ത്, പിന്നെ അതിൻ്റെ മുകളിൽ മയണൈസ് ഇട്ട് നന്നായി ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് ഷവർമ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഓരോ ഷവർമ ഇങ്ങനെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിൽ ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ഷവർമയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.